വെൽക്കം ടു കന്യൂസ് വേൾഡ്. ഹായ്, ഇതാ ഇന്ന് ഈസ്റ്റർ ആണ്. ഇന്നലെ ഞങ്ങൾ ഈസ്റ്ററിൽ ചർച്ചിലൊക്കെ പോയി അപ്പയുടെ അമ്മയുടെ അടുത്തൊക്കെ പോയി കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിച്ചു. അപ്പം ഇന്ന് എന്താണ് പ്ലാൻ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഇന്ന് വെസ്റ്റേൺ മാളിൽ പോകും. അവിടെ ചെന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നോ അതൊക്കെ ചെയ്യും. ഞങ്ങളുടെ ഒരു ഫാമിലി ഫണ്ടാണ്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ബൈ. റെക് റൂം ആശത്തി പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിൽ പോവായിരിക്കും. എനിവേസ് അവിടെ എത്തിയിട്ട് കാണാം. അരുട്ടിയുടെ ഇഷ്ടമുള്ള ചൂസ് ചെയ്യണോ? ഏതാ ചൂസ് ചെയ്തേ? അടിപൊളി നെക്ലേസ് ആണല്ലോ. റോച്ചിലാണ് ഇവിടെ അരുട്ടിക്ക് ഓരോന്ന് കാണിച്ചു കൊടുത്തോണ്ടിരിക്കണേ. ഞങ്ങളെപ്പോൾ ഹഡ്സൺസ് ബേയിൽ വന്നാലും അരൂട്ടി ഇതേപോലെ എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം ചൂസ് ചെയ്യും കേട്ടോ. മിക്കവാറും ഒക്കെ നെക്ലേസോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവൾക്ക് ആ ഒരു ഓപ്ഷൻ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ അവൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര ലിസണർ ആയിരിക്കും. ഞങ്ങൾക്ക് ഇത് മതി. ഞങ്ങൾക്ക് ഇത് കഴുത്തേൽ ചുറ്റി കിടക്കുന്നതായിരിക്കും ഭംഗി. റോങ്കുട്ടൻ ചൂസ് ചെയ്തത് ഇതന്നെടാ പോപ്പിറ്റ് അല്ലേ? പോപ്പിറ്റിൻ്റെ ഒരു കീ ചെയിൻ ആണ്. അങ്ങനെ കുട്ടികൾക്കുള്ള സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. കാരണം ഉച്ചയ്ക്ക് 2:30 ആയിരുന്നു. പിള്ളേർക്ക് ആസ് യൂഷ്വൽ ബർഗറും ഫ്രൈസും മേടിച്ചു. ഞങ്ങൾക്ക് കബാബ് പ്ലേറ്റും മേടിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ റെക് റൂമിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചിട്ട് റെക് റൂമിലേക്ക് പോവുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും റെക് റൂം ഒരു എൻ്റർടൈനിങ് പ്ലേസ് തന്നെയാണല്ലേ. കുട്ടികൾക്കായാലും നമുക്കായാലും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ് റെക് റൂം എന്നെനിക്ക് തോന്നി. ഞാനും കുട്ടികൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷേ 1-2 റൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. റോയിച്ചിന് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. പക്ഷേ റോയിച്ചിന് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം ഞാനും എൻ്റെ മക്കളും തകർത്താടുകയായിരുന്നു. ഞങ്ങളെല്ലാം തന്നെ ഓൾമോസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തു. എന്താ പറയുക, ബൈക്ക്, കാറ്, അതുപോലെ ട്രക്ക് എല്ലാം തന്നെ ഓടിച്ചു നോക്കി കേട്ടോ. എല്ലാം നല്ല രസമുണ്ടായി. കറക്റ്റ് റോഡിൽ കൂടെ ഒന്നും ഓടിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി കേട്ടോ. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ റോയിച്ചിനും അവസരം കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത്തവണ ഒന്നും റോയിച്ചിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം. പിന്നെ ബൗളിംഗ് സെൻറ്റർ റോങ്കുട്ടിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒറ്റ ബൗളിങ്ങിൽ തന്നെ അവൻ ആ ഒരു ഫുൾ സംഭവം വീഴ്ത്തി. അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു അതിനകത്ത്. Super! Oh! You got it, Rona!
after that amma, okay? Okay, ini amma turn. Ini amma turn. Play now. Okay, കുഞ്ഞപ്പി set go go go. Go go. അങ്ങനെയല്ലേ ജമ്പ് ചെയ്ത് പോ ആണ്ട് അവിടെ നിൽക്കേ ലെഫ്റ്റ് റൈറ്റ് ആയിരോ പൊന്നു അതിൽ നിന്ന് ജമ്പ് ചെയ്യടാ അവിടെ എത്തി ഓൾറെഡി ലെവൽ 1 ക്ലിയർ ചെയ്തു ഗുഡ് ജോബ് ഞങ്ങളിതാ വെസ്റ്റ് മണമാളിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ റെക് റൂമിൽ ഏതാണ്ട് 1.5 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു കേട്ടോ പിള്ളേർ എൻജോയ് ചെയ്തു ഞങ്ങളും എൻജോയ് ചെയ്തു റോജിൻ്റെ പോക്കറ്റ് കീറി എന്നാണ് റോജൻ പറഞ്ഞത് വാട്ട് എവർ റോജിന് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റില്ല കാരണം പുള്ളി പിള്ളേരെ നോക്കുന്നു എൻ്റെ ബാഗ് പിടിക്കുന്നു വീഡിയോ എടുക്കുന്നു ഓളിനോളായിരുന്നു പക്ഷെ ഞാനും പിള്ളേരും നന്നായി എൻജോയ് ചെയ്തു റോജിന് നമുക്ക് പിന്നെ ഒരു എൻജോയ് ചെയ്യാൻ കൊണ്ടുപോകാം കുഴപ്പമില്ല അന്ന് പോകുമ്പോൾ റോജിൻ്റെ പണി ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നാലും ഞാൻ കുറച്ചൊക്കെ സമയം കൊടുക്കാൻ ശ്രമിക്കാം നെക്സ്റ്റ് ടൈം റോജിൻ ഒരു പ്ലാൻ ഇട്ടു നമുക്ക് ഗോഡ്സില വേഴ്സസ് കോങ് അന്ന് എൻ്റെ ഹോം തിയേറ്റർ വീഡിയോ കണ്ടവർക്കറിയാം ഞങ്ങൾ ട്രെയിലർ ഇട്ടത് അതായിരുന്നു അപ്പോൾ അതിൻ്റെ മൂവി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ പോവാം എന്നൊരു പ്ലാൻ റോജിൻ പറഞ്ഞു ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയില്ല ഡി ബോക്സ് ആണ് അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റും ത്രില്ലിലും ഒക്കെയാണ് ഞാൻ ടിക്കറ്റ് കിട്ടിയാൽ ഭാഗ്യം അത്രേ ഉള്ളൂ അയ്യോ ടിക്കറ്റ് കിട്ടി ഗൈസ് ഇവിടെ വന്ന് ഞാൻ ടിക്കറ്റ് നോക്കുമ്പോൾ എല്ലാം സോൾഡ് ഔട്ട് ആയി പോയി കണ്ടപ്പോൾ സങ്കടത്തിലായിരിക്കും നിന്നേ അപ്പോൾ റോജ എന്നെ പറ്റിച്ച് ടിക്കറ്റ് ഉണ്ടെന്നും പറഞ്ഞ് കാണിച്ചു തന്നു ടിക്കറ്റൊക്കെ നേരത്തെ എടുത്ത് പറ്റിച്ച് സർപ്രൈസ് ആക്കി വെച്ചിരുന്നു ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് കിങ് കോങ് ഐ മീൻ ഗോഡ്സില വേഴ്സസ് കോങ് കാണണമെന്ന് അപ്പോൾ അതെന്തായാലും സാധിച്ചു തന്നതിന് താങ്ക് യു അത്രേ ഉള്ളൂ റോണും ഭയങ്കര എക്സൈറ്റഡ് ആയി ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ നിങ്ങളെ ഒരു സൂത്രം കാണിച്ചു തരാം ഇത് സ്കോഷ്യ ബാങ്കിൽ കയറുമ്പോൾ ഐ മീൻ തിയേറ്ററിൽ കയറുമ്പോൾ ഉള്ളൊരു ഏരിയ ആണ് ആ ഏരിയയിൽ സ്കൈ നമുക്ക് അവരിങ്ങനെ മെയ്ഡപ്പ് സ്കൈ ആർട്ടിഫിഷ്യലായിട്ട് വെച്ചേക്കുക പക്ഷെ നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പോൾ വെച്ച് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഡി ബോക്സ് ആണ് ഞങ്ങൾ ഇന്ന് എടുത്തിരിക്കുന്ന ടിക്കറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞങ്ങൾ ഇതുവരെ ഡി ബോക്സ് ചെയ്തല്ല 4DX ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് അത്ര വലിയൊരു ഇതായിട്ട് തോന്നിയില്ല ഡി ബോക്സ് ആദ്യമായിട്ടാണ് ചെയ്യാൻ പോണേ എനിവേസ് കണ്ട അഭിപ്രായം പറയാം കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേട്ടോ ഒരു സ്ഥലത്ത് നേരത്തെ എത്തുന്നത് അതും വല്ലാണ്ട് നേരത്തെ അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയാനായിട്ട് എസ്കേപ്പ് റൂമിലാണ് കയറിയത് ഈ പ്രാവശ്യം ഞാൻ റോജിന് സമയം കൊടുത്തു കേട്ടോ റോജിന് 1-2 റൈഡ്സൊക്കെ ചെയ്യാൻ പറ്റി എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു അടിപൊളിയായിരുന്നെന്ന് അവിടെ റെക് റൂമിൽ മിസ് ചെയ്തെന്ന് ഇവിടെ 1-2 സാധനങ്ങളൊക്കെ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു എന്തായാലും ഉള്ളതിൽ കയറിയതിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എടുത്ത പോയിൻറ്റ്സ് എല്ലാം തീർത്ത് ഞങ്ങൾ നേരെ പോയി പോപ്കോണും കുട്ടികൾക്ക് 1-2 ടോയ്സും വാങ്ങിച്ചു അപ്പോൾ പിന്നെ വലിയ ശല്യമില്ലാതെ മൂവി കണ്ടോളും പിന്നെ നേരെ പോയി 3D ഗ്ലാസ്സസ് പിള്ളേർക്കും നമുക്കും ഒക്കെ പിക്ക് ചെയ്ത് നേരെ മൂവി കണ്ടു മൂവി അടിപൊളിയായിരുന്നു 3D നല്ല എഫക്റ്റീവായിരുന്നു ഡി ബോക്സും സൂപ്പറാണ് കേട്ടോ 4DXനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഡി ബോക്സാണ് എന്തായാലും സൂപ്പർ മൂവി ആയിരുന്നു കേട്ടോ ഞങ്ങൾ മൂവിയൊക്കെ കണ്ടിറങ്ങി പിന്നെ ഇതാ വീട്ടിലേക്ക് വന്നേക്കാണ് അപ്പോൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് അറിയാൻ അടിപൊളി മൂവി ആയിരുന്നു ഡി ബോക്സ് സൂപ്പറാണ് ഞങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങും അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ